ഹായ് ഓൾ, വെൽക്കം ടു ഫാർമ പി എസ് സി എക്സാം. ഇന്ന് നോക്കാൻ പോകുന്ന പ്രോഡ്രഗ് ആണ് കേട്ടോ. 6th സെമിസ്റ്റർ ബി ഫാമിലെ സെക്കൻഡ് യൂണിറ്റിലെ ഒരു പോർഷനാണ് പ്രോഡ്രഗ് എന്ന് പറയുന്നത്. സോ പ്രോഡ്രഗില് ഫസ്റ്റ് വന്ന ഇൻട്രൊഡക്ഷൻ, കൺസെപ്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ക്ലാസിഫിക്കേഷൻ, ലിമിറ്റേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കും. നെക്സ്റ്റ് വീഡിയോയിൽ വന്നിട്ട് ആപ്ലിക്കേഷൻ നോക്കാം, കുറച്ചുകൂടി വൈഡ് ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട്. ഇനിയും ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. എന്താണ് പ്രോഡ്രഗ്? പ്രോഡ്രഗ് എന്ന് പറഞ്ഞ ഒരു ഇനാക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. ഈ ഇനാക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ ആക്റ്റീവ് സബ്സ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്താവും? ബയോളജിക്കൽ ആക്ഷൻ അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിലൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പൊ ഈ ഡ്രഗ് കണ്ടോ, ഈ ഡ്രഗിന് ഫിസിയോളജിക്കൽ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ നമ്മളൊരു മോഡിഫിക്കേഷൻ ചെയ്യാണ്. എങ്ങനെ മോഡിഫൈ ചെയ്തു? പ്രോഡ്രഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഈ പ്രോഡ്രഗിന് എന്ത് ചെയ്യും? ഈസി ആയിട്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആവാം, എക്സാമ്പിൾ ആണ് ബ്രെയിൻ ബാരിയർ, ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആവാം. അപ്പൊ ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ കഴിയും. അപ്പൊ അതിനുശേഷം നമ്മുടെ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ, ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ വഴി ഡ്രഗ് വേറെ നമ്മൾ കാരിയർ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, അത് സെപ്പറേറ്റ് ചെയ്ത് മാറും. പിന്നെ ഡ്രഗ് എന്ത് ചെയ്യും? റിസെപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് തരും. ഓക്കെ, ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടി ഒരു ഡ്രഗിനുണ്ട് എങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. സോ ഒരു ഒബ്ജക്റ്റീവിൽ പറയുമ്പോൾ ദിസ് ആർ ടൈപ്പ് ഓഫ് ദ ബാരിയേഴ്സ്. ഓക്കെ, ഈ ബാരിയേഴ്സിനെ നമുക്ക് ഓവർകം ചെയ്യണം. 3 ടൈപ്പായിട്ട് ബാരിയേഴ്സ് ഏതൊക്കെയാ വെച്ചാൽ ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട്, ഫാർമക്കോകൈനറ്റിക് ഉണ്ട്, ഫാർമക്കോഡൈനാമിക്. അപ്പൊ ഫാർമസ്യൂട്ടിക്കൽ ആദ്യം നോക്കുമ്പോൾ കെമിക്കൽ സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ, സോലിബിലിറ്റി കുറവാണെങ്കിൽ, ഡ്രഗിന് ചിലപ്പോൾ ഒഫൻസീവ് ഓർഡർ അല്ലെങ്കിൽ ടേസ്റ്റ് ആണെങ്കിൽ അതൊക്കെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ വേറെ രൂപത്തിലേക്ക് മാറ്റാം. ഓക്കെ, അതിന് നമുക്ക് ഫോർമുലേഷൻ ഇംപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റെബിലിറ്റി കൂട്ടാം. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ പ്രോഡ്രഗിന്റെ രൂപത്തിലേക്ക് മാറ്റും. പക്ഷെ ഫിസിയോളജി നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ ഡ്രഗ് റിലീസ് ചെയ്യും. ആ ഡ്രഗ് നമുക്ക് എന്ത് ചെയ്യും? ആക്ഷൻസ് തരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു വൺ ഓഫ് ദ ബാരിയർ ആണ് ഫാർമക്കോകൈനറ്റിക് ബാരിയർ. ലോ ഓറൽ അബ്സോർപ്ഷൻ വളരെ കുറവാണെങ്കിൽ നമുക്ക് ബയോ അവൈലബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിലേക്ക് പോവുകയാണെങ്കിലും, ഓക്കെ, അതിൽ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻസ് കുറവാണെങ്കിലും, അപ്പോൾ അതിനൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ പ്രോഡ്രഗ് കൊണ്ട് സാധിക്കും. ഓക്കെ, ഡ്യൂറേഷൻ നമുക്ക് പ്രൊലോങ് ചെയ്യിക്കാൻ സാധിക്കും. അതുപോലെ ഓർഗൻ സ്പെസിഫിസിറ്റി, അപ്പോൾ സെലക്റ്റീവ് ഏത് ഓർഗനിലാണ് ടാർഗറ്റ് ചെയ്യുന്നത് അവിടേക്ക് നമുക്ക് ഡ്രഗിനെ എത്തിക്കാൻ കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഫാർമക്കോഡൈനാമിക്. ഫാർമക്കോഡൈനാമിക്കിൽ നമുക്ക് ടോക്സിസിറ്റി ആണ്. അപ്പൊ ടോക്സിസിറ്റി കുറയ്ക്കാനും എന്തിനെ കൊണ്ട് സാധിക്കും? ഡ്രഗിനെ നമ്മൾ പ്രോഡ്രഗിലേക്ക് കൺവേർട്ട് ചെയ്താൽ സാധിക്കും. ഇനി എന്താണ് ഐഡിയൽ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോഡ്രഗ്? 3 കാര്യങ്ങളാണുള്ളത്. ഫാർമക്കോളജിക്കലി ഇനേർട്ട് ആയിരിക്കണം. 1, റാപ്പിഡ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ വേഗം തന്നെ ട്രാൻസ്ഫോം ചെയ്യണം. കെമിക്കലി ആയാലും എൻസൈമാറ്റിക്കലി ആയാലും ആക്റ്റീവ് ഫോമിലേക്ക് വേഗം ടാർഗറ്റ് സൈറ്റിൽ എത്തുമ്പോൾ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ പ്രോഡ്രഗ് എന്ന് പറയുന്നത് നോൺ ടോക്സിക് മെറ്റബോളിക് ഫ്രാഗ്മെന്റ്സ് ആക്കണം ഉണ്ടാക്കേണ്ടത്. സോ അത് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവുകയും ചെയ്യണം. അപ്പൊ നമ്മൾ കാരിയർ ലിങ്ക് ചെയ്യിക്കണം എന്നുള്ള രീതി പറഞ്ഞില്ലേ, അപ്പൊ അതെന്തെങ്കിലും ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്കും പോകണം. ഇതാണ് ഐഡിയൽ പ്രോപ്പർട്ടി. നെക്സ്റ്റ് ആണ് പ്രോഡ്രഗിന്റെ ക്ലാസിഫിക്കേഷൻ. പ്രോഡ്രഗ് എന്ന് പറയുന്നത് 4 തരത്തിൽ നമുക്ക് പറയാം. 1, കാരിയർ ലിങ്ക്ഡ് പ്രോഡ്രഗ് ഉണ്ട്, ട്രൈ പാർട്ടൈഡ് പ്രോഡ്രഗ് ഉണ്ട്, മ്യൂച്വൽ പ്രോഡ്രഗ് ഉണ്ട്, ബയോ പ്രിക്കസേഴ്സ് ഉണ്ട്. അത് ഈ ബയോ പ്രിക്കസേഴ്സ് ഇല്ല, 2 തരത്തിലുണ്ട്. എസ്റ്റേഴ്സും ഉണ്ട്, പ്രോഡ്രഗ് ഫോർ അമൈഡ്, ഇമൈഡ് ആൻഡ് ആസിഡിക് കോമ്പൗണ്ട്സും ഉണ്ട്. ഇനി ആക്റ്റീവ് സൈറ്റിൽ കൺവേർഷന് ബേസ് ചെയ്തിട്ട് നമുക്ക് 2 തരത്തിൽ പറയാറുണ്ട്. ടൈപ്പ് 1ഉം ടൈപ്പ് 2 ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, ഇനി ആദ്യം നമുക്ക് പറഞ്ഞ പോലെ കാരിയർ ലിങ്ക്ഡ് ട്രൈപാർട്ടൈഡ് മ്യൂച്വൽ ബയോ പ്രിക്കസേഴ്സ് പറഞ്ഞില്ലേ, അപ്പൊ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സ്ട്രക്ചറൽ അസോസിയേഷൻ, മോളിക്യൂൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഡ്രഗ് ഒരു കാരിയർ ഏത് രീതിയിലാണ് ബൈൻഡ് ചെയ്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്, അതിന്റെ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫിക്കേഷൻ പോയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ആദ്യത്തെയാണ് കാരിയർ ലിങ്ക്ഡ് പ്രോഡ്രഗ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ആയ കാരിയർ ലിങ്ക്ഡ് പ്രോഡ്രഗ് ഉണ്ടല്ലോ, ഈ പ്രോഡ്രഗ് എന്ന് പറയുമ്പോൾ ഡ്രഗിനെ, നമ്മൾ ആക്റ്റീവ് ഡ്രഗിനെ ഒരു കാരിയറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, കാരിയറായിട്ട് ലിങ്ക്. ഇപ്പൊ ഓറഞ്ച് കളറിൽ നമുക്ക് ആക്റ്റീവ് ഡ്രഗ് പറയാം, ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഇനേർട്ട് കാരിയർ ആയിട്ട്. ഈ ആക്റ്റീവ് ഡ്രഗിനെ എന്തായിട്ട് ഇതും കൂടെ ചേർത്തിട്ടുണ്ടാവും, ഇനേർട്ട് കാരിയറും കൂടെ ചേർത്തിട്ട് ഒരു പ്രോഡ്രഗ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഏത് വഴിയാണ്? ഒരു കോവലന്റ് ബോണ്ട് വഴിയായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കലി നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ കെമിക്കൽ അല്ലെങ്കിൽ എൻസൈമാറ്റിക് ക്ലീവേജ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആക്റ്റീവ് ഡ്രഗ് റിലീസ് ചെയ്യും.
ഇപ്പൊ ആദ്യത്തെ എന്ന് പറയുമ്പോൾ കാരിയർ ലിങ്ക്ഡ് അല്ലേ. കാരിയർ ലിങ്കിൽ രണ്ട് കാര്യങ്ങളല്ലേ, ഒന്ന് ആക്റ്റീവ് ഡ്രഗും പിന്നെ ഒന്ന് കാരിയർ ആണ്. അപ്പൊ അതിനെ നമുക്ക് പറയാം ബൈപാർട്ടേറ്റ് എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദ പ്രോഡ്രഗും ബൈപാർട്ടേറ്റ് ആയിരിക്കും. അപ്പോൾ അത് അൺസ്റ്റേബിൾ ആവുന്ന കണ്ടീഷൻ, സ്റ്റേബിൾ അല്ലാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ ട്രൈപാർട്ടേറ്റും കൂടെ ആക്കാറുണ്ട്. അതായത് ഡ്രഗ് ഒരു ലിങ്കിങ് സ്ട്രക്ചർ കൂടെ നമ്മൾ ആഡ് ചെയ്യും, എന്നിട്ട് വീണ്ടും ഒരു കാരിയർ ആഡ് ചെയ്യപ്പെടുകയാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോഡ്രഗിനെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ടൈപ്പിനെ പറയുന്നതാണ് ട്രൈപാർട്ടേറ്റ് പ്രോഡ്രഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റത്തെയാണ് മ്യൂച്വൽ പ്രോഡ്രഗ്. അപ്പൊ ഇതില് രണ്ട് ഫാർമക്കോളജിയിൽ ആക്ടിവിറ്റി ഉള്ള ഡ്രഗ്, സെയിം ഡ്രഗുകൾ, ദാറ്റ് ഈസ് ദ സെയിം ആക്ഷൻ തരുന്ന ഡ്രഗുകൾ രണ്ടും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഒരു പിക്ചറിൽ പറയുകയാണെങ്കിൽ ഒരു ഡ്രഗ് എടുത്തു, ആ ഡ്രഗിന് ബയോളജിക്കൽ ആക്ഷൻ, എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ഡ്രഗ് എടുത്തു. ഓക്കെ, ഈ രണ്ട് ഡ്രഗുകളെ തമ്മിൽ ഓക്കെ നമ്മൾ മ്യൂച്വലി എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യിക്കുകയാണ്, ഒരു ലിങ്കേജ് വെച്ചിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, അതിന് ടൈപ്പ് ഓഫ് പറയുന്നതാണ് മ്യൂച്വൽ പ്രോഡ്രഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പൊ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. സോ ഇത് നോക്കുക, എക്സാമ്പിൾ ആണ് ബിനോറിലേറ്റ് എന്ന് പറയുന്നൊരു ഡ്രഗ് ഉണ്ട് കേട്ടോ. ഓക്കെ, ബിനോറിലേറ്റ്, ഈ ഡ്രഗ് ഉണ്ടല്ലോ പാരസിറ്റമോളും ആസ്പിരിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പ്രോഡ്രഗ് ആണ്. ഓക്കെ, പാരസിറ്റമോളും ആസ്പിരിന്റെയും. അപ്പൊ നമുക്ക് ആ രണ്ടുപേരുടെ ആക്ഷൻ കിട്ടിയില്ലേ. അതേപോലെ തന്നെ അടുത്തൊരു ഡ്രഗാണ് ആംപിസിലിനും സെൽബാക്ടം എന്ന് പറഞ്ഞ ഡ്രഗുകൾ. ഓക്കെ, ആംപിസിലിൻ നമുക്കറിയാം ഏതാണ്, ആന്റിബയോട്ടിക് ആണ്. സൾബാക്ടൻ ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള ആന്റിബയോട്ടിക്. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ. അപ്പൊ നമുക്ക് എന്തായി, അതിന്റെ ആക്ഷൻ കിട്ടിയില്ലേ, രണ്ടുപേരുടെ ആക്ഷൻ നമുക്കതിൽ കിട്ടി. സോ ഇത് ഇപ്പം അതിന്റെ പേരാണ്, പ്രോഡ്രഗിന്റെ പേരാണ് സൾട്ടാമിസിലിൻ എന്ന് പറയുന്നത്. അപ്പൊ സൾട്ടാമിസിലിൻ എന്ന് പറയുന്നത് ഓറലി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് ആയ സൾബാക്റ്റും ആംപിസിലിൻ ആന്റിബയോട്ടിക്കും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഡ്രഗ് കോമ്പിനേഷൻ വന്നു. ഓക്കെ, ദിസ് ഇസ് എ പ്രോഡ്രഗ്. അപ്പോൾ ഈ മ്യൂച്വൽ പ്രോഡ്രഗ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ബൈപാർട്ടേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രൈപാർട്ടേറ്റ് പ്രോഡ്രഗ് ആയിട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സൈനർജസ്റ്റിക് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് മ്യൂച്വൽ പ്രോഡ്രഗ്സ് ഉള്ളത്. ഇനി അടുത്ത ടൈപ്പാണ് ബയോപ്രിക്കസേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ബയോപ്രിക്കസർ ഇൻവൈവോയിൽ എത്തുമ്പോഴാണ്, നമ്മുടെ ബോഡിയിൽ എത്തുമ്പോഴാണ് ആക്ഷൻ തരുന്നത്, ഇനാക്റ്റീവ് ഫോം ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നോർമലി ഇപ്പൊ നമ്മൾ എന്താ കെമിക്കൽ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ എന്ത് പറഞ്ഞു, ഹൈഡ്രോലൈറ്റിക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ രീതിയിലല്ല അത് വരിക. ഓക്സിഡേഷൻ, ആ പ്രോഡ്രഗ് ഓക്സിഡേഷനോ റിഡക്ഷനോ എന്തെങ്കിലും ആവുമ്പോൾ ആണ് പ്രോഡ്രഗ് ഡ്രഗായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചൊരു എക്സാമ്പിൾ ആണ് അല്ലെ, സൈക്ലോഫോസ്ഫമൈഡ്, ഒരു ആന്റി ക്യാൻസർ ഏജന്റ്. അതൊരു ഇനാക്റ്റീവ് ഫോം ആണ്. ഓക്കെ, ലിവറിൽ എൻസൈംസ് സൈറ്റോക്രോം P450 എൻസൈമിന്റെ പ്രസൻസിൽ എന്ത് സംഭവിച്ചു, ഫോസ്ഫോറമൈഡ് മസ്റ്റാർഡ് കിട്ടി. ഈ ഫോസ്ഫോറമൈഡ് മസ്റ്റാർഡ് ആണ് ആന്റി നിയോപ്ലാസ്റ്റിക് ആക്ഷൻ നമുക്ക് തന്നത്. അതേപോലെ തന്നെ അതിന്റെ കൂടെ ഒരു കോമ്പൗണ്ടും കൂടെ ഉണ്ടായിരുന്നു, ആക്രലിൻ. അത് ടോക്സിക് മെറ്റബോളൈറ്റ് ആയിരുന്നു അല്ലെ. സോ ഈ ഒരു ഡ്രഗ് നമുക്ക് അറിയാം, സൈക്ലോഫോസ്ഫമൈഡ്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഈ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് സൾഫണമൈഡ്സ്. അതിലൊരു ഡ്രഗാണ് പ്രോണ്ടോസിൽ എന്ന് പറയുന്നത്. പ്രോണ്ടോസിൽ എന്ന് പറയുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫോം. ഇത് എന്ത് ചെയ്യും, മെറ്റബോളിക് റിഡക്ഷൻ വഴി എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സൾഫാനിലമൈഡ് ആയിട്ട് മാറി. ഈ സൾഫാനിലമൈഡ് ആണ് നമുക്ക് ആന്റി ബാക്ടീരിയൽ ആക്ഷൻ കിട്ടുന്നത്. സോ രണ്ട് എക്സാമ്പിൾ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ബയോപ്രിക്കസറിനെ പറ്റി ഒരു ഐഡിയ കിട്ടി, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനാക്റ്റീവ് ഫോമിലുള്ളതിന് ആക്റ്റീവ് ഫോം, ഇതർ നമുക്ക് പറയാം ഓക്സിഡേറ്റീവ് അല്ലെങ്കിൽ റിഡക്റ്റീവ് ആക്ടിവേഷൻ ആണ് ഇവിടെ നടക്കുക, അൺലൈക്ക് ഏത് ഹൈഡ്രോലൈറ്റിക് ആക്ടിവേഷൻ. ഇനി നേരത്തെ പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇല്ലേ, സൈറ്റ് ഓഫ് കൺവേർഷനിൽ അതിൽ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഇൻട്രാസെല്ലുലാർ. ഓക്കെ, എവിടെയാണോ ടാർഗറ്റ് സെല്ലുള്ളത് ആ സെല്ലിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യാണ്, ആക്റ്റീവ് ഡ്രഗിലേക്ക് കൺവേർഷൻ നടക്കുക. അതിനെയാണ് ഇൻട്രാസെല്ലുലാർ. എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ക്യാൻസർ സെല്ല് ആ ടിഷ്യൂസിലൊക്കെ പോയിട്ട് ആ സെല്ലുകളിലൊക്കെ പോയിട്ട് ഫോർ എക്സാമ്പിൾ അസൈക്ലോവിർ ഒക്കെ എന്ത് ചെയ്യണം, അസൈക്ലോവിർ മോണോഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ലേ, അതൊക്കെ കറസ്പോണ്ടിങ് ആ സെല്ലിന്റെ അവിടെ പോയിട്ട് മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ, കൺവേർഷൻ നടക്കുന്നുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ടൈപ്പ് 2 നടക്കുന്നത് എക്സ്ട്രാ സെല്ലുലാർ കൺവേർഷൻ ആണ്. സോ ഇതിൽ പറയുമ്പോൾ ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ്സ് ഒക്കെ ഇല്ലേ, അതിന്റെ ആക്ഷൻ പ്രകാരം എന്ത് ചെയ്യാണ്, ആക്റ്റീവ് ഡ്രഗിലേക്ക്
കൺവേർഷൻ നടക്കുന്നതിനെയാണ് ടൈപ്പ് 2 കൺവേർഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് പ്രോഡ്രഗിന്റെ ലിമിറ്റേഷൻസ് ആണ്. സോ ഈ ലിമിറ്റേഷൻസിൽ ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മെറ്റബോളിസം നടക്കാം. ആ അൺഎക്സ്പെക്റ്റഡ് മെറ്റബോളിസം നടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. സോ അതൊരു പ്രോഡ്രഗിന്റെ വൺ ഓഫ് ദ ലിമിറ്റേഷൻ ആണ്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഇനേർട്ട് കാരിയർ ആയിരിക്കുമല്ലോ നമ്മൾ ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഇനേർട്ട് കാരിയർ ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്തത് തന്നെ ചിലപ്പോൾ ക്ലീവേജ് ചെയ്ത് കഴിയുമ്പോൾ ടോക്സിക് മെറ്റബോളൈറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഇതും വൺ ഓഫ് ദ ലിമിറ്റേഷൻ ആണ്. ലാസ്റ്റത്തെ ഒരു വൺ ഓഫ് ദ ലിമിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ ചില സമയത്ത് നമ്മുടെ വൈറ്റൽ കോൺസ്റ്റിറ്റുവൻസ് ഈ പ്രോഡ്രഗ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. സോ ആ സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിയിൽ ആ വൈറ്റൽ കോൺസ്റ്റിറ്റ്യൂന്റ് ഡിപ്ലീഷൻസ് നടക്കാം. ഏതാണ് എക്സാമ്പിൾ ആണ് ഗ്ലൂട്ടത്തൈൻ. ഗ്ലൂട്ടത്തൈൻ നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ്. സോ ചില സമയത്ത് ഈ പ്രോഡ്രഗുകൾ എന്ത് ചെയ്യും, അത് യൂട്ടിലൈസ് ചെയ്യുന്ന കാരണം ആ ഗ്ലൂട്ടത്തൈൻ്റെ ഡിപ്ലീഷൻസ് നടക്കാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് വൺ ഓഫ് ദ ലിമിറ്റേഷൻ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. സോ അടുത്തത് വീഡിയോ ആപ്ലിക്കേഷൻസ് അടുത്ത വീഡിയോ ആയിട്ടിടാം. So thank you for watching and please do subscribe.